നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻട്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. ABC സെയിൽസ് കോർപ്പറേഷൻ, ABC സ്ക്വയർ, NH പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പ്രതിഷേധം ഫലം കണ്ടു. ട്രോളിംഗ് നിരോധനം 61 നിന്നും 47 ദിവസമാക്കി കുറച്ചു. സംസ്ഥാനത്തിന്റെ തീരദേശത്ത് വറുതിയുടെ കറുത്ത ദിനങ്ങൾ സമ്മാനിച്ച് ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂൾ നന്മ സീഡ് പ്രവർത്തകരുടെ സ്നേഹവായ്പിൽ സഹപാഠികൾക്ക് വീടൊരുങ്ങി. സ്നേഹവീടിന്റെ താക്കോൽദാന ഗൃഹപ്രവേശ ചടങ്ങുകൾ ലാളിത്യം കൊണ്ട് വേറിട്ട അനുഭവമായി. വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ മതമൗലിക തീവ്രവാദത്തിന്റെ വക്താക്കളായിരിക്കുകയാണെന്ന് മുൻ MLA CKP പത്മനാഭൻ. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന KSTA പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. താവം റെയിൽവേ ഗേറ്റ് മുതൽ പഴയങ്ങാടി റെയിൽവേ പാലം വരെയുള്ള പ്രദേശങ്ങൾ പരസ്യ മദ്യപാനികളുടെ കൂത്തരങ്ങാകുമ്പോഴും മിണ്ടാട്ടമില്ലാതെ പോലീസ്. മരണം മാടി വിളിച്ച് കുറ്റൂർ അഞ്ചനപ്പുഴ മരപ്പാലം. സുരക്ഷിതമായ നടപ്പാലം എന്ന നാട്ടുകാരുടെ ആവശ്യം നിരന്തരം അവഗണിക്കപ്പെടുന്നു. കാവുകളാൽ സമ്പന്നമായ ഉത്തരമലബാറിൽ ജൈവ സമ്പന്നതയിലും വിശ്വാസദാർഢ്യത്തിലും പ്രസിദ്ധിയേറിയ കാവുകളിലൊന്നായി തുടരുകയാണ് കരുവള്ളൂരിലെ പലിയേരിക്കാവ്. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിന്റെ പ്രതിഷേധം ഫലം കണ്ടു. ട്രോളിംഗ് നിരോധനം 61 നിന്നും 47 ദിവസമാക്കി കുറച്ചു. തീരദേശത്ത് വറുതിയുടെ കറുത്ത ദിനങ്ങൾ സമ്മാനിച്ച് ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. പുതിയങ്ങാടിയിൽ മാത്രം 3000-ഓളം തൊഴിലാളികൾ പട്ടിണിയിലാകും. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ ജൂലൈ 31 വരെ മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിലില്ലാതാകും. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാമെങ്കിലും വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള പെയർ ട്രോളിംഗ്, മിനി ട്രോളിംഗ് എന്നിവ പാടില്ല. ഇത് പുതിയങ്ങാടിയിലേത് ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയാകും. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും തൊഴിൽ ഇല്ലാതാകും. ഈ കാലയളവിൽ മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് മാറേണ്ട അവസ്ഥയിലാണ് മത്സ്യത്തൊഴിലാളികൾ. മറ്റേ ജില്ല കയറ്റാനോ അല്ലെങ്കിൽ കൽപ്പണിക്കോ അങ്ങനെയുള്ള ആവശ്യത്തിനെല്ലാം പോകും. വേറൊന്നും പണിയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഓടക്കാർ പോകാൻ ഇതുണ്ടെങ്കിൽ അങ്ങനെ പോയിട്ട് എന്തെങ്കിലും കിട്ടിയിട്ട് പോകണം. എല്ലാവർക്കും കഴിയാൻ അത്ര തന്നെ. ട്രോളിംഗ് നിരോധന കാലത്ത് 12 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനം പാടില്ല. 100 കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികൾ തൊഴിലില്ലാതെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. ട്രോളിംഗ് നിരോധന സമയങ്ങളിൽ സൗജന്യ റേഷൻ ഉൾപ്പെടെ നൽകാറുണ്ടെങ്കിലും ഇക്കുറി യാതൊരുവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്നില്ലെന്ന് തൊഴിലാളികൾക്കിടയിൽ ആക്ഷേപമുണ്ട്. ട്രോളിംഗ് നിരോധനത്തിനു ശേഷം വലനിറയെ മത്സ്യം കടലമ്മ നൽകുമെന്ന പ്രതീക്ഷ മാത്രമാണ് കടലോര മക്കളുടെ ആശ്വാസം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂൾ നന്മ സീഡ് പ്രവർത്തകരുടെ സ്നേഹവായ്പിൽ സഹപാഠികൾക്ക് വീടൊരുങ്ങി. അകാലത്തിൽ അച്ഛൻ നഷ്ടപ്പെട്ട് അനാഥരായ തങ്ങളുടെ 3 സഹപാഠികൾക്കായാണ് സ്കൂളിലെ നന്മ സീഡ് കൂട്ടുകാർ മുന്നിട്ടിറങ്ങി ഉദാരമതികളുടെ പിന്തുണയോടെ വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്നേഹവീടിന്റെ താക്കോൽദാന ഗൃഹപ്രവേശ ചടങ്ങുകൾ ലാളിത്യം കൊണ്ട് വേറിട്ട അനുഭവമായി. നെറ്റ്വർക്ക് ന്യൂസ് പ്രേക്ഷകരുടെ ഓർമ്മയിൽ മാഞ്ഞുപോയിട്ടുണ്ടാവില്ല വലിച്ചുകെട്ടിയ പ്ലാസ്റ്റിക് കൂടാരത്തിനകത്ത് അരക്ഷിതരായി കണ്ണീരുപ്പ് നുകർന്ന് കഴിയേണ്ടി വന്ന ഈ അമ്മയുടെയും 3 കുഞ്ഞുങ്ങളുടെയും വിഹ്വല മുഖങ്ങൾ. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂൾ നന്മ സീഡ് പ്രവർത്തകരായ കുഞ്ഞുങ്ങളുടെ മുൻകൈയിൽ ഒരു നാട് നന്മയുടെ വഴിയിൽ കൈകോർത്തപ്പോൾ സഫലമായത് ഈ 4 ജീവിതങ്ങളുടെ സ്വപ്നങ്ങളാണ്. അകാലത്തിൽ അച്ഛൻ നഷ്ടപ്പെട്ട് നിരാലംബമായി തീർന്ന ഈ കുടുംബത്തിന്റെ
പാതിയിൽ നിലച്ചുപോയ വീടെന്ന സ്വപ്നം പൂർത്തിയാക്കി കൊടുക്കാനുള്ള ഒരർത്ഥത്തിൽ കൊക്കിലൊതുങ്ങാത്ത ഉത്തരവാദിത്വമായിരുന്നു ഗായത്രിയുടെയും അശ്വിതയുടെയും അർജുനന്റെയും സഹപാഠികൾ ഏറ്റെടുത്തത്. കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളെ കൈപിടിച്ച് നയിക്കാനും നാട്ടിലെ കാരുണ്യമതികളെയും മനുഷ്യസ്നേഹികളെയും ഈ ദൗത്യത്തിനു പിന്നിൽ അണിനിരത്താനും സ്കൂൾ പ്രധാനാധ്യാപിക NC മാധവി ടീച്ചറും അധ്യാപകരും രാപ്പകൽ അധ്വാനിച്ചു. നന്മയുടെ വഴിയിൽ ഉദാരമനസ്കർ നിരവധിയുണ്ടെന്ന അനുഭവം ഇവർക്ക് ആവേശവും പ്രചോദനവുമായി. മാസങ്ങൾക്കുള്ളിലാണ് നന്മയുടെ ഈ വീടൊരുക്കം പൂർത്തിയായത്. ഉദാരമതികളുടെ കനിവിൽ മഴയ്ക്ക് മുൻപേ പൂർത്തിയായ നന്മ സ്നേഹവീടിന്റെ ഗൃഹപ്രവേശ കർമ്മം പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ തേജ്രാജ് മല്ലർ നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. ചിന്നക്കയും 3 കുഞ്ഞുങ്ങളും വാക്കുകളിൽ ഒതുങ്ങാത്ത കൃതജ്ഞതയോടെ ഒഴുകിയെത്തിയ നാടിന്റെ സ്നേഹത്തിനു മുന്നിൽ വിനയാന്വിതരായി. വീട് നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ, കായിക പ്രവർത്തനങ്ങൾ, ഇപ്പോൾ പുത്തൻ വീട്ടിലേക്കുള്ള സമ്മാനമായി ഗൃഹോപകരണങ്ങൾ, പഠനോപകരണങ്ങൾ, ഫർണിച്ചർ, വസ്ത്രങ്ങൾ എല്ലാം ഇപ്പോൾ നിർലോഭം ഇവരിലേക്ക് ഒഴുകിയെത്തി. നാടിന്റെ സ്നേഹത്തണലിൽ ഈ അമ്മയും 3 കുഞ്ഞുങ്ങളും അക്ഷരാർത്ഥത്തിൽ സനാതരായി മാറിയെന്നു തന്നെ പറയാം. തീർത്തും അനാർഭാടമായി സംഘടിപ്പിച്ച താക്കോൽദാന ചടങ്ങിൽ കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ചന്ദ്രിക അധ്യക്ഷയായി. സ്കൂൾ പ്രധാനാധ്യാപിക NC മാധവി ടീച്ചർ, അധ്യാപകർ, കുഞ്ഞിമംഗലത്തെ വിവിധ തുറകളിലെ പ്രമുഖർ, സാധാരണക്കാർ എന്നിവരെല്ലാം അഭിമാനപൂർവ്വം ചടങ്ങിൽ സംബന്ധിച്ചു. കുടുംബനാഥന്റെ ആകസ്മിക നിര്യാണത്തോടെ വീട് നിർമ്മാണം പാതി വഴിയിൽ നിലച്ച് ഇരുളടഞ്ഞ ഭാവിയിലേക്ക് വിഹ്വലരായി നോക്കി നിന്ന ചിന്നക്ക എന്ന അമ്മയെയും 3 കുഞ്ഞുങ്ങളെയും ദൈന്യതകൾ നെറ്റ്വർക്ക് ന്യൂസ് പ്രേക്ഷകർ സമക്ഷം അവതരിപ്പിച്ചത് കഴിഞ്ഞ മാർച്ച് മാസത്തിലായിരുന്നു. അന്ന് ഞങ്ങൾ സംപ്രേഷണം ചെയ്ത സ്പെഷ്യൽ റിപ്പോർട്ട് ഈ അവസരത്തിൽ പുനഃസംപ്രേഷണം ചെയ്യുന്നു. പല മതങ്ങളും സമുദായങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ബഹുവിധ സംഘടനകളും ഇടതടവില്ലാതെ സംഘടിപ്പിക്കുന്ന മഹോത്സവങ്ങളുടെയും ചെറുതും വലുതുമായ പലവിധ സമ്മേളനങ്ങളുടെയും പേരിൽ കോടികൾ തന്നെ ഒഴുക്കി കൊഴുപ്പിക്കുന്ന പൂരക്കാഴ്ചകളുടെ കണ്ണഞ്ചിപ്പിക്കലുകൾക്ക് നടുവിൽ നിന്നുകൊണ്ടാണ് ഒട്ടും ശോഭയില്ലാത്ത നിറം കെട്ട ജീവിതത്തിന്റെ തീർത്തും വിഹ്വലമായ ഈ ദൃശ്യങ്ങൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. പലവിധ ആഘോഷങ്ങളുടെ മറവിൽ നാം ദൂർത്തടിക്കുന്ന വൻതുകയുടെ 1000-1 പോലും വേണ്ടിവരില്ല നിരാലംബരായ ഈ അമ്മയുടെയും മക്കളുടെയും സുരക്ഷിതത്വം ആജീവനാന്തം ഉറപ്പുവരുത്താൻ. 10-12 കൊല്ലങ്ങൾക്ക് മുൻപ് ഭർത്താവിനൊപ്പം തൊഴിൽ തേടി പാലക്കാട്ട് നിന്നെത്തിയതാണ് കുഞ്ഞിമംഗലം തെക്കുംപാട്ടേക്ക് ചിന്നക്ക എന്ന ഈ സ്ത്രീ. ഇവിടെ കൂലിപ്പണിയെടുത്ത് വാടക വീട്ടിൽ അന്തിയുറങ്ങി സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നവുമായി കഴിയുന്നതിനിടെയാണ് ദുർവിധി അർബുദമായി ചിന്നക്കയുടെ ഭർത്താവിനെ ഇവരുടെ ജീവിതത്തിൽ നിന്നും അപഹരിച്ചെടുത്തത്. 12, 9, 7 വയസ്സുള്ള 3 കുട്ടികളും സ്വന്തമായുള്ള 3 സെന്റിൽ ചുവരിൽ ഒതുങ്ങിപ്പോയ വീടുമാണ് ഇന്നിവരുടെ ആകെ സമ്പാദ്യം. ഭർത്താവിന്റെ ചികിത്സയ്ക്കായി വാങ്ങിക്കൂട്ടിയ കടബാധ്യതയിൽപ്പെട്ട് ഉഴലുകയാണിവർ. വാടക കൊടുക്കാനില്ലാത്തതിനാൽ കുടിയിറക്കപ്പെട്ട ഈ അമ്മയും 3 മക്കളും ഇപ്പോൾ തങ്ങളുടെ പണി പൂർത്തിയാകാത്ത വീടിനടുത്ത് ഈ വിധം ഒരു പ്ലാസ്റ്റിക് പായ് കുത്തിമറച്ചുകെട്ടിയുണ്ടാക്കിയ കൂടാരത്തിനകത്താണ് അന്തിയുറങ്ങുന്നത്. അടുക്കള പൊരിവെയിലിൽ കുഴികുത്തിയുണ്ടാക്കിയ മണ്ണടുപ്പാണ്. അത്താഴം തൊട്ട് പുസ്തകത്താളിലെ പാഠങ്ങൾ വരെ ഇവരകത്താക്കുന്നത് ഈ ടെന്റിനകത്തെ വെറും തറയിൽ നിർത്തിയിട്ട കൊട്ടപ്പായിലിരുന്നാണ്. അടുക്കളയും തീൻമുറിയും പഠനമുറിയും ഉറക്കറയും കളിയിടവുമെല്ലാം ഈ കുഞ്ഞുങ്ങൾക്ക് പ്ലാസ്റ്റിക് ഷീറ്റിനകത്തെ ഉഷ്ണം പഴുത്ത ഈ നിഴലകം തന്നെയാണ്. യാതൊരുറപ്പുമില്ലാത്ത ഈ ടെന്റിനകത്താണ് 2 പെൺകുഞ്ഞുങ്ങളെയും നാളെ ഇവർക്ക് തുണയായി വളരേണ്ടുന്ന കുഞ്ഞാങ്ങളച്ചക്കനെയും ചേർത്ത് പിടിച്ച് പുറത്തെ തീവെയിലിലേക്ക് കണ്ണടക്കാൻ ഭയപ്പെടുത്തുന്ന ഇരുട്ടിലേക്ക് മാറി മാറി നോക്കി ചിന്നക്ക എന്ന ഈ അമ്മ പകച്ചു നിൽക്കുന്നത്.
പറക്കമുറ്റാത്ത ഈ 3 കുഞ്ഞുങ്ങളുടെയും ഇവരെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചിന്നക്കയുടെയും മുഖങ്ങളിൽ മിന്നിമറയുന്ന ഭാവങ്ങളിൽ കണ്ണീരുപ്പ് കല്ലിച്ചു കിടപ്പുണ്ട്. ഞാനൊരു സീഡ് പരിസ്ഥിതി ക്ലബിലെ ഒരു അംഗമാണ്. എൻ്റെ വീട് പകുതിയായിട്ടുള്ള ബാക്കി ടീച്ചർ പറഞ്ഞേ എൻ്റെ വീട് പൂർത്തിയാക്കാൻ എൻ്റെ എല്ലാ കൂട്ടുകാരെയും ടീച്ചർമാരെയും ക്ഷണിച്ചോളൂ. നിങ്ങളെല്ലാവരുടെയും സഹായം എനിക്ക് ആവശ്യമുണ്ട്. ദാരിദ്ര്യവും അരക്ഷിതത്വവും കടും നിഴൽ വീഴ്ത്തിയിരിക്കുന്ന ഈ നിരാലംബ ജീവിത കാഴ്ചകൾ ആരുടെയും മനസ്സ് പൊള്ളിക്കും. ഒരു വെറും ഷെഡിൽ അവർ താമസം കൊണ്ടുപോവുകയാണ്. അപ്പോൾ അടുത്ത മഴ സമയത്തെങ്കിലും അവരുടെ ഒരു ചെറിയ വീട് പണി തുടങ്ങിയിട്ടുണ്ട്. ആ പണി പൂർത്തിയാക്കാനാവാതെ വളരെയധികം വിഷമത്തിലാണ് അവരുള്ളത്. ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും നമ്മുടെ സ്കൂളിലെ നന്മ സീഡ് പരിസ്ഥിതി ക്ലബ്ബ് എങ്ങനെയെങ്കിലും അവരുടെ ഈ വിഷമങ്ങൾ മാറ്റാനുള്ള ഒരു പ്രവർത്തനം മുന്നിൽ കണ്ടുകൊണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു ചെറിയ വീടായിട്ടെങ്കിലും അവരെ ഈ മഴക്കാലത്തിന് മുൻപേ ആ വീട്ടിൽ കയറ്റി കൂട്ടണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ പ്രവർത്തനത്തിന് എല്ലാവരുടെയും എല്ലാ സുമനസ്സുകളുടെയും സഹായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വീടുപണി പൂർത്തിയാക്കാൻ പഞ്ചായത്തിന്റെ സഹായത്തിന് അപേക്ഷിച്ചെങ്കിലും 100 കൂട്ടം സാങ്കേതികത്വത്തിന്റെയും ചട്ടങ്ങളുടെയും നൂലാമാലകൾ ഉയർത്തിക്കാട്ടി ഇവരെ തിരിച്ചയക്കുകയായിരുന്നു അധികൃതർ. എല്ലാം ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് മാത്രം ചെയ്യുന്ന, പാവപ്പെട്ടവരുടെ കാര്യത്തിൽ നിയമം കടുകീറി പരിശോധിക്കുന്ന അധികാരികൾ മറിച്ചു പെരുമാറുമെന്ന് കരുതുക വയ്യല്ലോ. ഏതായാലും മുതിർന്നവർക്കും അധികാരസ്ഥാനത്തിരിക്കുന്നവർക്കും തോന്നിയില്ലെങ്കിലും ഈ കുട്ടികളുടെ ദയനീയാവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കണമെന്ന് സഹപാഠികളായ പിഞ്ചു കൂട്ടുകാർക്ക് തോന്നി. കുഞ്ഞിമംഗലം ഗോപാൽ യു പി സ്കൂളിലെ കുട്ടികൾ തങ്ങളുടെ സഹപാഠികളുടെ ദുരിതങ്ങൾ കരുതി വരുത്താൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ്. സ്കൂൾ നന്മ സീഡ് പരിസ്ഥിതി ക്ലബ്ബ് പ്രവർത്തകരും അധ്യാപകരും നന്മയുടെ പുതുവെളിച്ചം തെളിയിക്കാൻ കർമ്മരംഗത്താണ്. ഈ സദുദ്യമത്തിൽ തങ്ങളോടൊപ്പം ചേരണമെന്നാണ് നന്മയുടെ ഉറവകൾ വറ്റിപ്പോയിട്ടില്ലാത്ത ഹൃദയാലുക്കളോട് അധ്യാപകരും കുട്ടികളും അഭ്യർത്ഥിക്കുന്നത്. തങ്ങളുടെ സതീർത്ഥ്യരായ ഗായത്രിക്കും അഷിതയ്ക്കും ഇവരുടെ കുഞ്ഞനിയൻ അർജുനനും കണ്ണീരേറെ കുടിച്ച ചിന്നക്കയെന്ന ഇവരുടെ അമ്മയ്ക്കും ഏറെ വൈകാതെ ഈ കാടുമൂടി നിലം പറ്റിക്കിടക്കുന്ന ടെന്റിൽ നിന്നും അടച്ചുറപ്പുള്ള വീട്ടിലേക്ക് മാറാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. നന്മയുടെ വഴിയിൽ ഉദാരമനസ്കരുടെ സഞ്ചാരം അവസാനിച്ചിട്ടില്ലാത്ത നാടുതന്നെയാണ് ഇപ്പോഴും നമ്മുടേത്. BJP പയ്യന്നൂർ മണ്ഡലം നേതൃത്വ ശില്പശാല പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ നടന്നു. മേഖലാ പ്രസിഡന്റ് രാംദാസ് മണലേരി ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ആ കുടുംബശ്രീ മീറ്റിംഗിൽ അവിടെയുള്ള CPMന്റെ ലോക്കൽ സെക്രട്ടറി പ്രസംഗിച്ചു പോലും നമ്മൾ കുടുംബശ്രീക്കാർ നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ നേടിയെടുത്ത അവകാശമാണ് ഈ ജീവൻ ജ്യോതി, ഈ സുരക്ഷാ ബീമാ യോജന. ഈ 2 പദ്ധതികൾ നമ്മൾ നേടിയെടുത്ത പദ്ധതിയാണ്. മേഖലാ പ്രസിഡന്റ് രാംദാസ് മണലേരി ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് സെൽ കൺവീനർ P ബാലകൃഷ്ണൻ മാസ്റ്റർ, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV കേശവൻ, CK രമേശൻ മാസ്റ്റർ, MB രവീന്ദ്രൻ, MK മുരളി, AK രാജഗോപാലൻ, ഗംഗൻ തായ്നേരി എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ ജില്ലാ കമ്മിറ്റി സമുദായ അംഗങ്ങളുടെ മക്കളിൽ വിവിധ രംഗങ്ങളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചു. പയ്യന്നൂർ BEM LP സ്കൂളിൽ നടന്ന പരിപാടി ശ്രീകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. കേരള മൺപാത്ര നിർമ്മാണ സമുദായ സഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആതിരയ്ക്കും സംസ്ഥാന യുവജനോത്സവത്തിൽ A ഗ്രേഡ് ലഭിച്ച കാർത്തിക വിജയനും
കണ്ണൂർ സർവകലാശാലയുടെ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പിയിൽ 3ാം റാങ്ക് ജേതാവ് വിജിത സിക്കും SSLC +2 ഉന്നത വിജയികളെയുമാണ് അനുമോദിച്ചത്. അനുമോദന യോഗം സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു അറിവിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ്. ഏതെങ്കിലും ഒരു സമുദായം മാത്രമല്ല, ജനങ്ങൾ പൊതുവിൽ തന്നെ കുട്ടികളുടെ പഠനത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അതീവ തൽപരരാണ്. അപ്പൊ ആ താല്പര്യം മാത്രം അല്ല ഇതിന് ഇടയായിട്ടുള്ളത്. ചടങ്ങിൽ പ്രൊഫസർ ബി മുഹമ്മദ് അഹമ്മദ് ഉപഹാര സമർപ്പണം നടത്തി. രാജേഷ് പാലങ്ങാട്ട്, PK ജനാർദ്ദനൻ, O കുഞ്ഞിരാമൻ, VV പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു. ഡിവൈഎഫ്ഐ കടന്നപ്പള്ളി നോർത്ത് മേഖലാ സമ്മേളനം ചെറുവിച്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പ്രതിനിധി സമ്മേളനം CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കടന്നപ്പള്ളി നോർത്ത് മേഖലാ സമ്മേളനം ചെറുവിച്ചേരി ഗവൺമെന്റ് LP സ്കൂൾ പരിസരത്തൊരുക്കിയ NV വിനോദൻ നഗറിൽ നടന്നു. PV ഷാജി പതാക ഉയർത്തി. CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം PP ദാമോദരൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിന് വിവിധങ്ങളായ സമരധാരകളുണ്ടായിരുന്നു. വിവിധ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലും ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലും PV ഷൈമ സംഘടനാ റിപ്പോർട്ടും VP സുഭാഷ് പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. K സുരേന്ദ്രൻ, KV സന്തോഷ്, MV സന്തോഷ് എന്നിവരെ ബ്ലോക്ക് കമ്മിറ്റിയിൽ തിരഞ്ഞെടുത്തു. PV ഷാജി, PV ഷീനു, KV ജയപാലൻ, TV പ്രശാന്തൻ എന്നിവർ പ്രൊസീഡിയം അവതരിപ്പിച്ചു. ജനശ്രീ മിഷൻ കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം സഭയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ കുടനിർമ്മാണ പരിശീലനം സംഘടിപ്പിച്ചു. ജനശ്രീ കേന്ദ്ര സമിതി അംഗം VN എരിപുരം പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനശ്രീ മിഷൻ കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം സഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ കുടനിർമ്മാണ പരിശീലനം ജനശ്രീ കേന്ദ്ര സമിതി അംഗം VN എരിപുരം ഉദ്ഘാടനം ചെയ്തു. പരിശീലനവും അതോടൊപ്പം നമ്മുടെ യുവശ്രീയുടെ ജില്ലാ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട അക്ഷയിനെ നമ്മുടെ കടന്നപ്പള്ളി പാണപ്പുഴയിലെ ജനശ്രീയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ. മണ്ഡലം ചെയർമാൻ KP മുരളീധരൻ അധ്യക്ഷനായി. യുവശ്രീ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായി തിരഞ്ഞെടുത്ത PK അക്ഷയകുമാറിന് ചടങ്ങിൽ വെച്ച് സ്വീകരണം നൽകി. പരിശീലന പരിപാടിയിൽ 50ഓളം സ്ത്രീകൾ പങ്കെടുത്തു. P ജയരാജൻ മാസ്റ്റർ, സതി KK, അക്കാളത്ത് രമേശൻ, VC സുധീഷ്, N ശ്യാമള മോഹൻ, K പ്രസാദ് കുമാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കേരളത്തിന്റെ സമര ചരിത്രത്തിൽ വേറിട്ട് അടയാളപ്പെട്ട ചെറുപുഴ കമ്പല്ലൂരിലെ ഐതിഹാസികമായ അടുക്കള സമരം വീണ്ടും ജനശ്രദ്ധയിലെത്തി. കണ്ണൂർ കോട്ടയിൽ നവവധുവിനെ പീഡിപ്പിച്ച ഭർത്താവിനും കൂട്ടുകാർക്കുമെതിരെ നിയമ നടപടി ആവശ്യപ്പെട്ട് നടത്തിയ സമരവും പോരാട്ടവും 1/4 നൂറ്റാണ്ടിനിപ്പുറം പ്രതികൾക്ക് ശിക്ഷയും ഇരയ്ക്ക് നഷ്ടപരിഹാരവും വിധിച്ച കോടതി ഉത്തരവോടെയാണ് വീണ്ടും ചർച്ചയായത്. ഈ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കമ്പല്ലൂർ കൊല്ലാടയിലെ വീട്ടമ്മമാർ നടത്തിയ അടുക്കള സമരം സ്ത്രീ പീഡനത്തിനെതിരായി നടന്ന ലോക ചരിത്രത്തിലെ തീർത്തും വേറിട്ട സമരമായിരുന്നു. 1993 കേസിനാസ്പദമായ സംഭവം നടന്നത്. കമ്പല്ലൂർ കൊല്ലാടിയിലെ യുവതിയും ഭർത്താവും കണ്ണൂർ കോട്ട സന്ദർശിക്കാനായി പോവുകയും അവിടെ വെച്ച് യുവതിയെ ഭർത്താവിന്റെ കൂട്ടുകാർ പീഡിപ്പിക്കുകയുമായിരുന്നു. ഈ സംഭവത്തിൽ ഭർത്താവടങ്ങുന്ന 5 പ്രതികളെ പിടികൂടാൻ പോലീസ് കാണിച്ച നിഷ്ക്രിയത്വത്തിനെതിരെയും രാഷ്ട്രീയ ഇടപെടലിനെതിരെയുമാണ് കൊല്ലാടിയിൽ അടുക്കള സമരം നടത്തിയത്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊല്ലാടിയിലെ രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ സ്ത്രീകളും അടുപ്പിൽ തീ കത്തിക്കാതെ ആണുങ്ങളെ പട്ടിണിക്കിട്ട് സമരം ചെയ്യുകയായിരുന്നു. കൊല്ലാട SNDP മന്ദിരത്തിനു സമീപം നിർമ്മിച്ച സമരപ്പന്തലിലാണ് ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമരം ചെയ്തത്. കൊല്ലാടിയിലെ ഒരു മുസ്ലിം പെൺകുട്ടീനെ പെരുമ്പട്ടയിൽ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. ആ കൊണ്ടുപോയ ഭർത്താവ് ഈ കുട്ടിയെ കണ്ണൂർ കോട്ടയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് അവൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള കുറേ ആൾക്കാർക്ക് ഈ പെൺകുട്ടിയെ കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് വീട്ടിലും നാട്ടിലും എല്ലാം അറിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി
പോലീസിൽ പരാതിപ്പെടുകയും അത് ഒത്തുതീർപ്പിന് വേണ്ടി പലതവണ അവനും അതുപോലെ മറ്റ് ഈ കേസിൽ ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ആൾക്കാരുടെ ബന്ധുക്കളുമൊക്കെ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ അവിടെ കൊല്ലാട പ്രദേശത്തെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാർ അതിനെ വളരെ ശക്തമായി തന്നെ ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്ന ഉദ്ദേശത്തോടെ ആ പെൺകുട്ടിക്ക് വേണ്ടി നീതി ലഭിക്കുന്നതിനാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയുണ്ട്. ഈ സംഭവം കേരളത്തിന്റെ സമരചരിത്രത്തിൽ പ്രത്യേകം അടയാളപ്പെട്ടതായിരുന്നു. തുടർന്ന് 5 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും 10 വർഷത്തോളം നടന്ന നിയമയുദ്ധത്തിനൊടുവിൽ ഭർത്താവിനെ 14 വർഷത്തേക്കും മറ്റ് 4 പേരെ 12 വർഷത്തേക്കും ശിക്ഷിക്കുകയുമായിരുന്നു. പ്രതികളെ 12 കൊല്ലം ശിക്ഷയും ഒരാൾ 14ലേക്കും ഭർത്താവ് എന്ന് പറഞ്ഞവരെ 14 കൊല്ലത്തേക്കുള്ള ശിക്ഷ. അത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പോലീസ് നിങ്ങളുടെ പൈസ വിധിയായി നിങ്ങൾക്ക് 50,000 ഉറുപ്പ്യ പ്രതികൾ ഇങ്ങനെ 50,000 ഉറുപ്പ്യ വിധിയായി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി പിന്നെയാണ് പോയാലും അവർ ട്രഷറിയിൽ കൊടുക്കാൻ പാടില്ല. എല്ലാം എഴുതി തന്നെ ട്രഷറിയിൽ കൊടുക്കുമ്പോൾ ട്രഷറിയിൽ നിന്ന് അവർ നീ 2 വകയിലായിട്ട് ഇത് എഴുതണം, 2 കള്ളാസിലായിട്ട് എഴുതി തരണമെന്ന് പറഞ്ഞു. അന്നേരം അത് ആടിനെ എഴുതി കൊടുക്കുമ്പോൾ അവിടെ സമയം കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുന്നത്. നമുക്ക് നാളെ തിങ്കളാഴ്ചയിൽ പോകാൻ പറ്റും. അതിൻ്റെ ഇത് തന്ന കടലാസ് ട്രഷറിയിൽ കൊടുത്തിട്ട് ആടിന് അവർ ടോക്കൺ ശിക്ഷാ കാലയളവിൽ ഇവർ ഓരോരുത്തരിൽ നിന്നും ഈടാക്കിയ 50,000 രൂപയാണ് കോടതി വാദിക്ക് നൽകാനായി വിധിച്ചത്. കോടതിയിൽ നിന്ന് ലഭിച്ച ഉത്തരവ് അധികാരികൾ വാദിയുടെ വീട്ടിൽ എത്തിച്ചു കഴിഞ്ഞു. ഈ തുകയെക്കുറിച്ചും വിധിയെക്കുറിച്ചും ആരാഞ്ഞപ്പോൾ ഇവർ പ്രതികരിച്ചില്ല. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ മതമൗലിക തീവ്രവാദത്തിന്റെ വക്താക്കളായി മാറിയിരിക്കുകയാണെന്ന് മുൻ MLA CKP പത്മനാഭൻ പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന KSTA പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. പക്ഷേ ഇപ്പോൾ ദാരിദ്ര്യത്തിന് ഇന്ത്യയിലെ പ്രമുഖമായ പാർട്ടിയായ CPM ഉൾപ്പെടെ പ്രഖ്യാപിച്ചു ഈ സാമ്പത്തിക കുഴപ്പത്തിൽ നിന്ന്, ഈ സാമൂഹ്യ സംഘർഷങ്ങളുടെ മൂർച്ചീകരണത്തിൽ നിന്ന് സ്വാഭാവികമായിട്ടും സാമൂഹ്യ സംഘർഷങ്ങളുടെ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ മതമൗലികവാദത്തിന്റെയും മതതീവ്രവാദത്തിന്റെയും വക്താക്കളായിരിക്കുകയാണെന്ന് മുൻ MLA CKP പത്മനാഭൻ അഭിപ്രായപ്പെട്ടു. മതമൗലിക തീവ്രവാദ ശക്തികൾ ലോകത്തിന്റെ പലയിടത്തും തലയുയർത്തി നിൽക്കുകയാണ്. ഇത് അപകടകരമായ പ്രവണതയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന KSTA പഠന ക്ലാസ്സിൽ സബ് ജില്ലാ പ്രസിഡന്റ് VV ഭാർഗവൻ അധ്യക്ഷനായിരുന്നു. രണ്ടാമതായി നടന്ന സെഷനിൽ സംസ്ഥാന കമ്മിറ്റി അംഗം PR വസന്തകുമാർ വിഷയം അവതരിപ്പിച്ചു. K ശശീന്ദ്രൻ, IC ശ്രീകുമാർ, PV സുരേന്ദ്രൻ, PV നാരായണൻ, രജനി, KV നളിനി എന്നിവർ പ്രസംഗിച്ചു. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. പരിഷ്കൃത സമൂഹത്തിൽ എവിടെയും കാണാൻ പോയിട്ട് കേട്ടുകേൾവി പോലുമാകാൻ കഴിയാത്തൊരു പാലമുണ്ട് കുറ്റൂർ അഞ്ജനപ്പുഴയ്ക്ക് കുറുകെ. മരണം മാടി വിളിക്കുന്ന ഈ മരപ്പാലത്തിലൂടെ കടന്നു പോകണമെങ്കിൽ തികഞ്ഞ മെയ്യഭ്യാസിയായേ തീരൂ. ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും വില കൽപ്പിക്കുന്ന ഭരണാധികാരികളുടെ നാട്ടിൽ ഇങ്ങനെയൊരു പാലം തീർച്ചയായും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പ്രണവ് പെരുവാമ്പയുടെ റിപ്പോർട്ടിലേക്ക്. ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും മതിയായ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നത് ഏത് ഭരണകൂടത്തിന്റെയും പ്രാഥമിക ചുമതലയാണ്. എരമംകുറ്റൂർ പഞ്ചായത്തിലെ അഞ്ജനപ്പുഴ മരപ്പാലത്തിന്റെ ചൂട്ടിൽ നിന്നാൽ ആർക്കും ആദ്യം ഓർമ്മ വരിക ഈ ഭരണകൂട കർത്തവ്യത്തെക്കുറിച്ചായിരിക്കും. എരമംകുറ്റൂർ പഞ്ചായത്തിലെ 13 വാർഡുകളെ തമ്മിൽ വേർതിരിക്കുന്ന അഞ്ജനപ്പുഴ കടക്കാൻ വർഷങ്ങളായി പ്രദേശവാസികൾ ആശ്രയിക്കുന്ന മരപ്പാലമാണിത്. കാലവർഷമെത്തിയാൽ കൂലം കുത്തിയൊഴുകുന്ന സംഹാര രുദ്രയാണ് ഈ പുഴ. അഞ്ജനപ്പുഴയിൽ വെള്ളം കയറിയാൽ പിന്നെ പ്രദേശവാസികൾ പൂർണ്ണമായും പുറം ലോകത്തു നിന്നും ഒറ്റപ്പെടും. പുഴക്കക്കരെ സ്കൂളിലേക്കും തൊഴിലിടങ്ങളിലേക്കും മറ്റനവധി ദൈനംദിന ആവശ്യങ്ങൾക്കും നിത്യേന പോയി വരേണ്ടവർ 100-ലധികം വരും ഇവിടെ.
പുഴയ്ക്ക് കുറുകെ സുരക്ഷിതമായ പാലമില്ലാത്തതിനാൽ കുട്ടികളും മുതിർന്നവരുമെല്ലാം 2 കിലോമീറ്ററിലേറെ ചുറ്റിവളഞ്ഞാണ് ഒരു പുഴപ്പാടപ്പുറമുള്ള സ്ഥലത്തെത്തിപ്പെടുന്നത്. ഒറ്റനോട്ടത്തിൽ ഏതോ ഉൾക്കാട്ടിൽ പണ്ടെങ്ങോ ഉപേക്ഷിക്കപ്പെട്ട തകർന്ന മരപ്പാലത്തിന്റെ തൂങ്ങിക്കിടക്കുന്ന അവശിഷ്ടങ്ങൾ എന്നേ തോന്നൂ ഇപ്പോഴും ഉപയോഗിക്കാൻ നിർബന്ധിതമായ ഈ അഞ്ചനപ്പുഴ തടിപ്പാലം കണ്ടാൽ. ജനങ്ങൾക്ക് സുഗമമായ യാത്രാമാർഗം ഒരുക്കിക്കൊടുക്കാൻ ചുമതലപ്പെട്ടവർ കൈമലർത്തിയപ്പോൾ നാട്ടുകാർ സ്വയം പണം കണ്ടെത്തി താൽക്കാലികമായി നിർമ്മിച്ചതാണ് ഈ തടിപ്പാലം. നീളൻ കവുങ്ങ് തടികൾ കൂട്ടിക്കെട്ടി മുളച്ചീന്തൽ കൊണ്ട് കൈവരികൾ തീർത്ത് അക്കരെ ഇക്കരെ കൈനീട്ടി നിൽക്കുന്ന മരക്കമ്പുകളിൽ അറ്റമുറപ്പിച്ച് ഒട്ടും സുരക്ഷിതമല്ലാത്ത ഈ പാലമെന്ന് വിളിക്കരുതാത്ത പാലത്തിലൂടെയാണ് ഒരു നാട് ജീവൻ പണയപ്പെടുത്തി ഇരുകര താണ്ടുന്നത്. പണ്ട് നമ്മൾ എല്ലാവരും ഈ വഴിയിലൂടെയാണ് പാലം കടന്നിട്ടാണ് സ്കൂളിലേക്ക് വല്ല പോയത്. പക്ഷെ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് എല്ലാവരും വളഞ്ഞിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് പണ്ട് ഈ പാലം നമുക്കെല്ലാവരും വലിയ ഉപകാരപ്പെടാമായിരുന്നു. ആടിയുലയുന്ന കൗങ്ങിൻ തടിയിലൂടെ ചങ്കിടിപ്പോടെയല്ലാതെ ആർക്കും ചുവട് വെക്കാനാവില്ല. കണ്ണോ ചുവടോ ഒരു മാത്ര തെറ്റിയാൽ ആഴക്കയത്തിൽ പതിക്കുമെന്ന് ഉറപ്പാണ്. അത്രമേൽ അപകടകരമായ ഞാണിന്മേൽ നടത്തമാണ് ഇവർക്ക് പുഴ കടക്കൽ. ഇതിലൂടെയാണ് പിഞ്ചുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഒരു നാട് നിത്യവും കടന്നുപോകുന്നതെന്നറിഞ്ഞിട്ടും കുലുങ്ങാത്ത ജനായത്ത ഭരണകൂടത്തെ എന്തു പേരിട്ടാണ് വിശേഷിപ്പിക്കാനാവുക? പഞ്ചായത്തിന്റെ 3-ാം വാർഡും 13-ാം വാർഡിനെ ബന്ധിപ്പിക്കുന്ന അഞ്ചനപ്പുഴ പൂരക്കടവിലത്തെ പാലമാണ് ഇത്. പൂർവികന്മാർ പണ്ട് തൈ കൊണ്ടും കഴുകുകൊണ്ടും നിർമ്മിച്ച് ഞങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്ന 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ വെച്ചിട്ടുമാണ് ഞങ്ങൾക്ക് ഈ അക്കരെ ബന്ധപ്പെടണം. 3-ാം വാർഡിലേക്ക് ബന്ധപ്പെടണം. 13 പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് പൈസ ജനകീയ സമിതിക്ക് വിട്ടുകൊടുത്തു താറ്റേരി. അങ്ങനെ അവരും അഞ്ചനപ്പുഴക്കാരും തമ്മിൽ യോജിച്ചുകൊണ്ട് 13 പാലം നിർമ്മിച്ചു. 14 ആ പാലത്തിന് അലോട്ട്മെൻറ്റ് പൈസയൊന്നും പാസ്സാക്കിയില്ല. 15 ഒരു പൈസയും ഇതുവരെ പാസ്സാക്കി കാണുന്നില്ല. അടിയന്തരമായി ഇതിന് വേണ്ടുന്ന നടപടികൾ പഞ്ചായത്ത് അധികൃതർ നിർവഹിക്കണമെന്ന് ഞങ്ങൾക്ക് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓരോ കാലവർഷക്കാലവും അഞ്ചനപ്പുഴക്കാർക്ക് ഭീതിയുടെ അരക്ഷിതത്വത്തിന്റെ ദുരിതകാലമാണ്. പുഴ കടക്കാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട സുരക്ഷിതമായ ഒരു പാലമെന്ന തങ്ങളുടെ ജീവൽ പ്രശ്നത്തോട് നിരന്തരം മുഖം തിരിഞ്ഞു നിന്നിട്ടും പഞ്ചായത്തിനെയോ സർക്കാരിനെയോ ജനപ്രതിനിധികളെയോ കുറ്റപ്പെടുത്താതെ അവർക്ക് മുന്നിൽ വീണ്ടും യാചനയുടെ ദൈന്യവുമായി നിൽക്കുന്ന ഈ മനുഷ്യരെ ഇനിയെങ്കിലും കാണാതെ പോകരുത്. കോടികൾ മുടക്കി ഭരണകൂടം പടുത്തുയർത്തുമെന്ന് പറയുന്ന നാഗരിക സ്വർഗത്തേക്കാൾ വിലയുണ്ടാകും വെറും 10,000 മാത്രം ചെലവഴിച്ച് ഇവിടെ ഈ പുഴക്കു കുറുകെ സുരക്ഷിതമായ ഒരു കുഞ്ഞുപാലം പണിതു നൽകിയാൽ. തീർച്ചയായും ഇവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയാനുള്ള മനസ്സ് നഷ്ടപ്പെടാത്തവരാണ് നമ്മുടെ ഭരണാധികാരികളെന്ന് ഈ നിഷ്കളങ്ക മനുഷ്യരെ പോലെ ഞങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു. ഹക്കീം വധക്കേസ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ TTV ലാലുവിന്റെ നിരാഹാര സമരം 7-ാം ദിവസത്തിലേക്ക്. ഞായറാഴ്ച വിവിധ സംഘടനാ പ്രതിനിധികളും പ്രമുഖ വ്യക്തികളും അഭിവാദ്യങ്ങളുമായ സമരപ്പന്തലിൽ എത്തി. കൊക്കാനിശ്ശേരി ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിരാഹാര സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് സമരപ്പന്തലിലേക്ക് പ്രകടനവും ഏകദിന ഉപവാസവും നടത്തി. പ്രകടനത്തിന് ക്ലബ്ബ് പ്രസിഡന്റ് കെ ദിനേശ്, പി നാരായണ മാസ്റ്റർ, പി ലീല, കെ രമേശൻ, ബിജു എന്നിവർ നേതൃത്വം നൽകി. BJP പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഐക്യദാർഢ്യം അർപ്പിച്ച് പ്രവർത്തകർ സമരപ്പന്തലിലെത്തി. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV കേശവൻ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. തീർത്തും പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് ഇവിടെ കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മമ്പലം കാനം ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ സമരപ്പന്തലിലേക്ക് ഐക്യദാർഢ്യ റാലി നടത്തി. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തൃക്കരിപ്പൂർ യൂണിറ്റ് കൺവെൻഷനും നേതൃത്വ പരിശീലന ക്ലാസും സംഘടിപ്പിച്ചു. കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി PK വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു. അത് നമ്മുടെ സ്ഥാപനത്തിന് ഏറെ നേട്ടമുണ്ടാകും. അതുപോലെ തന്നെ സംഘടന എന്നുള്ളത് തന്നെ
തൃക്കരിപ്പൂർ ഫാർമേഴ്സ് ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികളും നിയമനിർമ്മാണ ഭേദഗതിയുടെ പേരിൽ നിലവിലുള്ള ആനുകൂല്യങ്ങൾ കവർന്നെടുക്കാനുള്ള നീക്കങ്ങളും അവ മറികടക്കാനുള്ള വഴികളും വിശദമായി ചർച്ച ചെയ്തു. കാസർഗോഡ് ജില്ലാ ട്രഷറർ കെ ശശി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് കൊപ്പൽ പ്രഭാകരൻ, താലൂക്ക് സെക്രട്ടറി പി വിനോദ് കുമാർ, ട്രഷറർ പി രഘുനാഥൻ, കെ രാജീവൻ, കെ പി ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. JCI ദേശീയ പരിശീലകൻ സജിത്ത് പലേരി നേതൃത്വ പരിശീലന ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പയ്യന്നൂരിന്റെ കലാ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ TP ഭാസ്കര പൊതുവാൾക്ക് സുഹൃത്തുക്കളുടെയും അഭ്യുതകാംക്ഷികളുടെയും സ്നേഹാദരം. ഭാസ്കര പൊതുവാളുടെ സപ്തതി ആഘോഷ പരിപാടികൾ പയ്യന്നൂർ അയോധ്യ ഓഡിറ്റോറിയത്തിൽ മേള ചക്രവർത്തി മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഏത് പറയണം ഏത് പറയരുത്, ഒരുപക്ഷെ നാളെ തന്നെ മാഷനോട് പറയാൻ അദ്ദേഹത്തിന് അത് ഇഷ്ടമാണ്, അത് പറഞ്ഞാൽ കേൾക്കാൻ കൊണ്ടു നടക്കാൻ ഞാൻ താല്പര്യം കാണിക്കാറുണ്ട്. അങ്ങനെ ഒരു നിലക്ക് പറഞ്ഞാൽ ഒരേ സമയത്ത് ഒരു ഉത്തമനായ സുഹൃത്ത്, ഉത്തമനായ ഒരു അധ്യാപകൻ, ഉത്തമനായ ഒരു രക്ഷിതാവ്, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മാഷമായിട്ടുണ്ട്. ശ്രേഷ്ഠനായ ഭാഷാധ്യാപകൻ, ശ്രദ്ധേയമായ വാഗ്മിത്വം തെളിയിച്ച പ്രഭാഷകൻ, മലയാള ഭാഷയ്ക്ക് ശക്തി പകരുന്ന ഭാഷാസ്നേഹം വളർത്തുന്ന കർമ്മചാരി എന്നിങ്ങനെ സാമൂഹിക സാംസ്കാരിക തലങ്ങളിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് TP ഭാസ്കര പൊതുവാൾ. ഭാസ്കര പൊതുവാളുടെ സപ്തതി ആഘോഷം പയ്യന്നൂർ അയോധ്യ ഓഡിറ്റോറിയത്തിൽ നടന്നു. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോറമംഗലം നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ E ശ്രീധരൻ, AK രവീന്ദ്രൻ, TPR നാഥ്, GD നായർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പയ്യന്നൂർ കുഞ്ഞിരാമൻ മാസ്റ്റർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. TP ഭാസ്കര പൊതുവാൾ മറുപടി പ്രസംഗം നടത്തി. BJP കല്യാശ്ശേരി നിയോജകമണ്ഡലം ഏകദിന നേതൃത്വ ശില്പശാല പിലാത്ര ന്യൂ ഇന്ത്യ ഓഡിറ്റോറിയത്തിൽ നടന്നു. BJP ജില്ലാ വൈസ് പ്രസിഡന്റ് P സത്യപ്രകാശൻ മാസ്റ്റർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. BJP കല്യാശ്ശേരി നിയോജക മണ്ഡലം ഏകദിന ശില്പശാല BJP ജില്ലാ വൈസ് പ്രസിഡന്റ് P സത്യപ്രകാശൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. CPM-ൽ നന്ദിഗ്രാമം പോലെ ചിങ്ങൂര് പോലെയുള്ള ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഇവിടുത്തെ വൻകിടക്കാർക്ക് വേണ്ടി പട്ടിണി പാവങ്ങളെ മറന്ന കർഷകരെ മറന്ന പാർട്ടിയാണ് BJP ആക്ഷേപിക്കാൻ തയ്യാറാകുന്നത്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അഴിമതി കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നടത്തിയ ആളുകൾ ഇന്നൊരു ചാനല് ഒരു വലിയൊരു വ്യവസായ സംവിധാനത്തെ തന്നെ മാധ്യമ മേഖലകളിൽ വിലക്കാൻ പോവുകയാണ്. മണ്ഡലം പ്രസിഡന്റ് വിജയൻ മാങ്ങാട് അധ്യക്ഷത വഹിച്ചു. K ജയപ്രകാശ്, K രാധാകൃഷ്ണൻ എന്നിവർ ക്ലാസ് എടുത്തു. മണ്ഡലം ഭാരവാഹികളായ MK മധു, MB രത്നമണി, ചെറുതാഴൻ രാമചന്ദ്രൻ, ശങ്കരൻ കൈതപ്രം, പ്രശോഭ് കടന്നപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായ ചുമതലയേറ്റ തൃക്കരിപ്പൂരിലെ ഡോക്ടർ സുധാകരന് തൃക്കരിപ്പൂർ റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദനം. റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ CM അബൂബക്കർ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബെസ്റ്റ് ഔട്ട് ഗോയിങ് എല്ലാ എക്സ്ട്രാ കരിക്കുലം, ഇതുപോലെ സുധാകരനും ഈ എക്സ്ട്രാ കരിക്കുലറിലുള്ള പ്രാവീണ്യം കൊണ്ടാണ് ഗവർണറായതും ഇതുപോലെ ഈ നാട്ടുകാർക്ക് അനുമോദനം പറയാനും ആശംസകൾ അർപ്പിക്കാനും ഇവിടെ ഒത്തുചേർന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡോക്ടർ മാത്രമായാൽ പോരാ, അദ്ദേഹം സമൂഹവുമായി ബന്ധം വേണം, ജനങ്ങൾക്ക് എന്തെങ്കിലും സേവനം ചെയ്യുന്ന കൂട്ടത്തിലായിരിക്കും, എങ്കിൽ മാത്രമേ അവർ അമൂർത്തരാവുകയുള്ളൂ. 36 വർഷമായി ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂരിലെ ഡോക്ടർ K സുധാകരൻ നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജ് ശിശുരോഗ വിഭാഗം തലവനാണ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഉന്നത പദവിയിലെത്തിയ മികവുറ്റ സംഘാടകനും റൊട്ടേറിയനുമായ ഡോക്ടർ K സുധാകരന് നൽകിയ അനുമോദന സമ്മേളനത്തിൽ വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികളും റോട്ടറി ഭാരവാഹികളും പ്രവർത്തകരും നാട്ടുകാരും സജീവ സാന്നിധ്യമായി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ K സുധാകരനൊരുക്കിയ അനുമോദന സമ്മേളനത്തിൽ റോട്ടറി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ CM അബൂബക്കർ ഡോക്ടറെ പൊന്നാടി അണിയിച്ച് അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉപഹാര സമർപ്പണം നടത്തി. തൃക്കരിപ്പൂർ റോട്ടറി പ്രസിഡന്റ് C ഹംസ അധ്യക്ഷത വഹിച്ചു. K വെളുത്തമ്പു, P കോരൻ മാസ്റ്റർ, KK രാജേന്ദ്രൻ, MDP ഖരീം, M മാലതി, സുനിൽകുമാർ P, MDP അഷറഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഡോക്ടർ OK ആനന്ദകൃഷ്ണൻ സ്വാഗതവും സുനിൽകുമാർ T നന്ദിയും പറഞ്ഞു. പുണ്യ റമദാൻ മാസത്തെ വരവേൽക്കാനുള്ള മുന്നൊരുക്കവുമായി വിശ്വാസികൾ. ഇതിന്റെ ഭാഗമായുള്ള റിലീഫ് വിതരണ പ്രവർത്തനങ്ങൾക്ക് പഴയങ്ങാടിയിൽ തുടക്കമായി. മാടായി റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ റമദാൻ കിറ്റ് വിതരണം പഴയങ്ങാടിയിൽ സമസ്ത ജില്ലാ വൈസ് പ്രസിഡന്റ് സയ്യിദ് മഷൂർ
ഉമ്മർ കോയ തങ്ങൾ നിർവഹിച്ചു. റംസാൻ മാസത്തിലെ ഏറ്റവും പ്രധാനമായ പുണ്യപ്രവൃത്തിയാണ് പാവങ്ങളെ സഹായിക്കുക എന്നത്. മാടായി റേഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലമീൻ മാടായി റേഞ്ച് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും സർവീസ് ആനുകൂല്യ വിതരണവും റമദാൻ കിറ്റ് വിതരണവും പഴയങ്ങാടിയിൽ നടന്നു. 100 കണക്കിന് പാവപ്പെട്ട കുടുംബങ്ങൾക്കുള്ള റംസാൻ കിറ്റാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. അബ്ദുള്ള ഫൈസി അധ്യക്ഷത വഹിച്ചു. AC മഹമ്മൂദ്, MV നജീബ്, CV അബ്ദുൽ ഖാദർ, ഫറൂഖ് പൂങ്കാവ്, അബ്ദുൽ സമദ് മുട്ടം എന്നിവർ സംസാരിച്ചു. വിശുദ്ധ വനങ്ങൾ എന്നറിയപ്പെടുന്ന കാവുകളാൽ സമ്പന്നമാണ് ഉത്തര മലബാർ. പാരിസ്ഥിതികവും വിശ്വാസപരവുമായ അസ്തിത്വമുള്ളവയാണ് ഓരോ കാവും. ജൈവ സമ്പന്നതയിലും വിശ്വാസദാർഢ്യത്തിലും മുന്നിൽ നിൽക്കുന്ന കാവുകളിലൊന്നത്രേ കരുവള്ളൂരിലെ പ്രസിദ്ധമായ പലിയേരിക്കാവ്. കാവുകൾ നമ്മുടെ സംസ്കാരത്തിന്റെ അടയാളങ്ങളാണ്. ഒരു തുണ്ട് വനമാണ് കാവ്. കരിവള്ളൂരിലെ ഏറ്റവും പ്രസിദ്ധമായ കാവാണ് പലിയേരി ശ്രീ മൂകാംബിക കാവ്. ഈ കാവിന്റെ പഴയ പേര് തടുപ്പകുളങ്ങരക്കാവ് എന്നാണ്. കാവിനകത്തുള്ള ക്ഷേത്രത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. പലിയേരി എഴുത്തച്ഛനാണ് ക്ഷേത്രം സ്ഥാപിച്ചതെന്ന് പറയപ്പെടുന്നു. കാവിന് നിലവിൽ 2.5 ഏക്കർ വിസ്തൃതിയുണ്ട്. പലിയേരി തോടിന്റെ കരയിലാണ് കാവ് സ്ഥിതി ചെയ്യുന്നത്. മൂകാംബികക്കാവിന് പ്രത്യേകതകളേറെയുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കേരള ജൈവ വൈവിധ്യ ബോർഡ് ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച 5 കേന്ദ്രങ്ങളിൽ ഉത്തര കേരളത്തിൽ നിന്ന് പലിയേരി മൂകാംബികക്കാവ് മാത്രമാണുള്ളത്. കാവിലെ പ്രധാന സസ്യമായ വാദംകൊല്ലി നാട്ടിൽ നിന്ന് കുറ്റിയറ്റ് പോകുന്ന ചെടികളിലൊന്നാണ്. ആഗോളതലത്തിൽ 500 എണ്ണത്തിൽ താഴെ മാത്രമുള്ള വിഭാഗത്തിൽപ്പെടുന്ന ചെടികളാണിവ. വാദംകൊല്ലിയുടെ 10% മൂകാംബികക്കാവിലാണുള്ളത്. ആറ്റുകടമ്പ് എന്ന പേരിലുള്ള മറ്റൊരു സസ്യം കൂടി ഇവിടെയുണ്ട്. ഇതിനെല്ലാം പുറമെ കാവ് നിരവധി ഔഷധ സസ്യങ്ങളുടെ കലവറ കൂടിയാണ്. ഇവയിൽ പലതും വംശനാശ ഭീഷണിയുടെ വക്കിലുമാണ്. അതായത് ഗുരുതരമായ വംശനാശം നേരിടുന്ന ചെടികൾ എന്നാണ് വിളിക്കുക. അതിൽ വാദംകൊല്ലി പെടും. മാത്രമല്ല ലോകത്താകെയുള്ള എണ്ണത്തിൽ 10% ഈ കാവിലാണ് ഉള്ളത്. മറ്റൊരു പ്രത്യേകത ആറ്റുകടമ്പ് എന്ന് പറയുന്നൊരു ചെടി ഈ കാവിലുണ്ട്. അത് വൾണറബിളാണ്. അങ്ങേയറ്റം വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ചെടിയാണ്. അതിനെ വൾണറബിൾ സ്പീഷീസ് എന്ന് ജീവശാസ്ത്രത്തിൽ വിളിക്കും. ഇതാണ് ഈ കാവിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് ഔഷധ ചെടികളുടെ കലവറയാണ് ഈ കാവ്. മൂകാംബികക്കാവിലെ മറ്റൊരു പ്രധാനപ്പെട്ട മരമാണ് മരോത്തി. സർപ്പഗന്ധി, നീല അമൽപ്പൊരി, വെള്ള അമൽപ്പൊരി, പാണൽ, മലതാങ്ങി, മുയൽ ചെവിയൻ, നിലനാരകം, പൂവൻ കുറുന്തില, നന്നാറി, പാടക്കിഴങ്ങ് എന്നിങ്ങനെ ധാരാളം ഔഷധ സസ്യങ്ങൾ ഈ കാവിലുണ്ട്. രക്തസമ്മർദ്ദം, ആസ്മ എന്നിവക്കുള്ള മരുന്നുകൾ ഇവയിൽ പലതിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു. നന്നാറി വല്യപഞ്ചമൂലകത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ നാട്ടിൽ വളരുന്ന പല ചെടികളുടെയും പൂർവികന്മാർ ഈ കാവിലുണ്ട്. കാട്ടിഞ്ചി, കാട്ടുമഞ്ഞൾ, കാട്ടുകടുക്, കാട്ടുഴുന്നു എന്നിവ ഇവയിൽ ചിലത് മാത്രമാണ്. നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ കാടിൻ്റെ സ്പന്ദനങ്ങൾ നമ്മെ അനുഭവിപ്പിക്കുകയാണ് കാവുകൾ. താവം റെയിൽവേ ഗേറ്റ് മുതൽ പഴയങ്ങാടി റെയിൽവേ പാലം വരെയുള്ള പൊതുസ്ഥലങ്ങൾ മദ്യപാനികളുടെ ഇടത്താവളമാകുന്നു. ഇവിടങ്ങളിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന പരസ്യ മദ്യപാനം വലിയ സാമൂഹ്യ വിപത്തായി മാറുകയാണ്. പ്രദേശവാസികളുടെ സ്വൈര ജീവിതത്തിന് പോലും ഭീഷണിയായി തീർന്ന മദ്യപ വിളയാട്ടത്തിനെതിരെ പോലീസ് നിഷ്ക്രിയത്വം പാലിക്കുകയാണ്. പഴയങ്ങാടി റെയിൽവേ പാലത്തിന് സമീപം റെയിൽപാളത്തിനിരുവശവും ഒരു തരത്തിൽ പറഞ്ഞാൽ ഓപ്പൺ ബാർ തന്നെയാണെന്ന് പറയാം. ഇതിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് പ്രദേശത്ത് കാണാൻ സാധിക്കും. ഒഴിഞ്ഞ മദ്യക്കുപ്പികളും ഡിസ്പോസിബിൾ ഗ്ലാസുകളും മിനറൽ വാട്ടർ കുപ്പികളും നിറഞ്ഞിരിക്കുകയാണ് പ്രദേശത്ത്. താവത്തെ ബാർ പൂട്ടിയതോടെയാണ് ഇവിടെ മദ്യപാനികളുടെ ശല്യം വർദ്ധിച്ചത്. താവം ബീവറേജിൽ നിന്നും മദ്യം വാങ്ങി കൂട്ടമായി ഇരുന്ന് മദ്യപിക്കുകയാണ് ഇവിടെ വെച്ച്.
ചിലർ ജോലിക്ക് പോലും പോകാതെയാണ് ഓപ്പൺ ബാർ എന്ന പേരുള്ള ഇവിടെ വെച്ച് മദ്യപിക്കുന്നത്. പഴയങ്ങാടിൽ നിന്നും പള്ളിക്കര ഭാഗത്തേക്ക് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്യുന്ന പാതയോരത്താണ് സാമൂഹ്യവിരുദ്ധരുടെ ഈ അഴിഞ്ഞാട്ടം. രാത്രികാലങ്ങളിൽ അതിർത്തി കടന്ന് പഴയങ്ങാടി റോഡ് പാലത്തിനു സമീപം ഒളിച്ചിരുന്ന് താവം ബാറിൽ നിന്ന് മദ്യപിച്ചു വരുന്നവരെ പഴയങ്ങാടി പോലീസോ ഏതുനേരവും വാഹന പരിശോധന നടത്തുന്ന കണ്ണപുരം പോലീസോ കാണാറില്ല. അതുകൊണ്ട് തന്നെ പരസ്യ മദ്യപാനികൾക്ക് പരമസുഖം. ഇവിടെ നിന്ന് മദ്യപിച്ച് ലക്കുകെട്ട് റെയിൽവേ പാളത്തിന് മുകളിലൂടെ നടന്ന് ട്രെയിനിടിച്ച് നിരവധി പേരാണ് മരണമടഞ്ഞിട്ടുള്ളത്. പ്രദേശത്തെ പരസ്യ മദ്യപാനം തടയേണ്ട സമയം അതിക്രമിച്ചിട്ടും യാതൊന്നും ചെയ്യാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തൃക്കരിപ്പൂർ മെട്ടമ്മൽ ബ്രദേഴ്സിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച എഡ്യൂക്കെയർ പദ്ധതിക്ക് മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂളിൽ തുടക്കമായി. കാസർഗോഡ് DDE സി രാഘവൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. 2020 പ്രദേശത്തെ മുഴുവൻ കുട്ടികളെയും ഉയർന്ന മാർക്കോടെ +2 വിജയിപ്പിച്ചെടുക്കുകയും തുടർന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് വഴിയൊരുക്കി ജീവിത വിജയികളാക്കുകയുമാണ് എഡ്യൂക്കെയർ പദ്ധതിയിലൂടെ മെട്ടമ്മൽ ബ്രദേഴ്സ് ലക്ഷ്യമിടുന്നത്. ഓരോ വീട്ടിലും ഓരോ സർക്കാർ ജീവനക്കാരൻ എന്ന ലക്ഷ്യമാണ് സംഘാടകർക്കുള്ളത്. പ്രതിവർഷം 5 ലക്ഷം രൂപ പദ്ധതിക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. 2015-16 വർഷത്തിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അതിൽ 45 പേരെ ദത്തെടുത്ത് 2020 വരെയുള്ള 5 വർഷക്കാലം വിദ്യാഭ്യാസം നൽകുക എന്നതാണ് പദ്ധതി. എഡ്യൂക്കെയർ പദ്ധതിയുടെ ഉദ്ഘാടനം മെട്ടമ്മൽ ഗവൺമെന്റ് വെൽഫെയർ യു പി സ്കൂളിൽ കാസർഗോഡ് DDE സി രാഘവൻ നിർവഹിച്ചു. സി ഇബ്രാഹിം അധ്യക്ഷനായിരുന്നു. ജുനൈദ് മെട്ടമ്മൽ, ബാലകൃഷ്ണൻ മാസ്റ്റർ, സഫറുള്ള, പുരുഷോത്തമൻ മാസ്റ്റർ, സെയ്ദ് PP തുടങ്ങിയവർ സംസാരിച്ചു. ആയന്നൂർ അരിമ്പ നിവാസികളുടെ മുറവിളികൾക്ക് ഫലമുണ്ടായില്ല. അപകടാവസ്ഥയിലായിരുന്ന ചെറുപുഴ കമ്പിപ്പാലം അധികൃതർ നന്നാക്കാത്തതിനെ തുടർന്ന് CPM പ്രവർത്തകർ രംഗത്തിറങ്ങി. CPIM തവളക്കുണ്ട് ബ്രാഞ്ചും നാട്ടുകാരും ചേർന്നാണ് പാലത്തിലെ തകർന്നുപോയ പലകകൾ മാറ്റി പുതിയത് സ്ഥാപിച്ച് പാലം താൽക്കാലികമായി അറ്റകുറ്റപ്പണി നടത്തി നവീകരിച്ചത്. മഴക്കാലം വന്നെടുത്തതോടെ ചെറുപുഴ കമ്പിപ്പാലത്തിന്റെ അപകടാവസ്ഥയെക്കുറിച്ച് നെറ്റ്വർക്ക് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊച്ചുകുട്ടികൾ മുതലുള്ള ആളുകൾ ചെറുപുഴ ടൗണുമായി ബന്ധപ്പെടാനും ചെറുപുഴയിലെ സ്കൂളുകളിൽ എത്താനും ഈ പാലത്തെയാണ് ആശ്രയിക്കുന്നത്. ഇതിന്റെ പലകകളെല്ലാം നശിച്ച് അടർന്നുപോയി അതിദയനീയമായ അവസ്ഥയിലായിരുന്നു. N ശ്രീധരൻ, V രവീന്ദ്രൻ, ബൈജു ഇളയാനിത്തോട്ടം, N സതീശൻ, PP പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ ബ്രദേഴ്സ് വൾവക്കാട് പുതുതായി പണിത ഓഫീസിന്റെ ഉദ്ഘാടനം മുൻ ഇന്ത്യൻ ISL താരങ്ങളായ മുഹമ്മദ് റാഫിയും ആസിഫും ചേർന്ന് നിർവഹിച്ചു. സാംസ്കാരിക കായിക മേഖലകളിൽ നിറസാന്നിധ്യമായ ബ്രദേഴ്സ് വൾവക്കാടിനു വേണ്ടി നിർമ്മിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുൻ ഇന്ത്യൻ ISL താരം മുഹമ്മദ് റാഫിയും ISL താരം ആസിഫും സംയുക്തമായി നിർവഹിച്ചു. K ഷക്കീർ അധ്യക്ഷത വഹിച്ചു. TMC അബ്ദുൾ റഹ്മാൻ, അമീർ തലിച്ചാലം, ഷംസുദ്ദീൻ VPM, അർഷാദ് VP തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ത്യൻ താരങ്ങളായ മുഹമ്മദ് റാഫിയെയും ആസിഫിനെയും ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു. അനുമോദനത്തിന് മുഹമ്മദ് റാഫി നന്ദി പറഞ്ഞു. പ്രാക്ടീസ് ഒരു മാസത്തോളം വെക്കേഷന് വരുന്നുണ്ടെങ്കിൽ മടി വെക്കേഷന് വരുമ്പോൾ 15 ദിവസം ഇപ്പോഴും ഫുട്ബോളിനോടുള്ള ആ ഒരു ബന്ധം വിടരുത്, ടച്ച് വിടരുത്. മാതമംഗലം വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിലും സമീപത്തെ വീട്ടിലും കവർച്ച. വെള്ളിയാഴ്ച രാത്രിയാണ് മോഷണം നടന്നത്. വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരവും അലമാരയും കുത്തിത്തുറക്കാൻ വെള്ളിയാഴ്ച രാത്രിയോടെ നടത്തിയ ശ്രമം പാതിവഴിയിൽ പരാജയപ്പെട്ടെങ്കിലും മോഷ്ടാക്കൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ക്ഷേത്രത്തിനു സമീപത്തെ വീട്ടിൽ കയറി 4.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കുക തന്നെ ചെയ്തു ഇവർ. മംഗലാപുരത്തെ ആശുപത്രിയിൽ കണ്ണോപ്പറേഷന് പോയ കുടുംബം ശനിയാഴ്ച രാത്രി 8 മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടിൽ കള്ളൻ കയറിയതും ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതുമായ വിവരം അറിയുന്നത്. വലിയ രീതിയിൽ അധ്വാനിക്കാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണോ എന്നറിയില്ല, അയൽവാസിയുടെ ഏണി ഉപയോഗിച്ച് വീട്ടിൻ്റെ മേൽക്കൂരയിലൂടെയാണ് മോഷ്ടാക്കൾ താരതമ്യേന അനായാസമായി അകത്ത് കടന്നത്. ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ വിശപ്പടക്കാൻ വേണ്ടി വീട്ടുടമസ്ഥർ കരുതിയ ഭക്ഷണം കൂടി കഴിച്ചാണ് മോഷ്ടാക്കൾ സ്ഥലം വിട്ടത്. പെരിങ്ങോം പോലീസും ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇനി മാറ്റൊലി. വിവാഹ ധൂർത്ത് കുറയ്ക്കാൻ സംസ്ഥാന വനിതാ കമ്മീഷൻ സമർപ്പിച്ച ശുപാർശകൾ സർക്കാർ തള്ളി. പ്രതികരണങ്ങൾ. ഇന്നത്തെ സമൂഹ ജീവിതം ആകെ തന്നെ ഒരു ആഡംബര പൂർണ്ണമായ ഒരു ജീവിതമാണ്. ആ വിവാഹത്തിൽ വളരെ വലിയ രീതിയിൽ കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ വീടെടുക്കുന്നതായാലും
അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പിന്നെ ആഡംബര ജീവിതം ഇപ്പോൾ വലിയ രീതിയിൽ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. അത് സമൂഹത്തിന് ആകമാനം തന്നെ ഏറ്റവും പാവപ്പെട്ടവരിൽ പോലും ആ നിലയ്ക്കുള്ളൊരു ഭ്രമം ഇത്തരം കാര്യങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തരത്തിൽ വിവാഹം കഴിക്കാൻ വേണ്ടി ആണ് ഈ വനിതാ കമ്മീഷൻ ഇത്തരത്തിലുള്ള ഒരു ശുപാർശ നൽകിയത്. ഗവൺമെൻറ്റിൻ്റെ പ്രതികരണം വളരെ മോശം രീതിയിലാണ് ഇത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. തീർത്തും ഇത് പ്രതിഷേധാർഹമാണ്. സാധാരണക്കാരനെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ആർഭാടവും സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന ക്യാൻസറാണ്. ഇതിനെ ഉന്മൂലനം ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. സാമൂഹിക രാഷ്ട്രീയ സന്നദ്ധ സംഘടനകൾ ഇതിന് വേണ്ടി പോരാണ്ടതിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് ഇതിനു വേണ്ടിയിട്ടുള്ള നിലപാട് ഉണ്ടാകേണ്ടത്. സമൂഹത്തിൽ ഇന്ന് വളരെ വലിയ തോതിൽ കണ്ടുവരുന്നൊരു വലിയ ധൂർത്തായ ഈ വിവാഹ ധൂർത്തിനെതിരെ സംസ്ഥാന വനിതാ കമ്മീഷൻ വളരെ മികച്ചൊരു നിർദ്ദേശം സർക്കാരിന് സമർപ്പിച്ചപ്പോൾ ആ നിർദ്ദേശം അംഗീകരിക്കാൻ നമ്മൾ സർക്കാർ തയ്യാറായിട്ടില്ല. ചായ കൊടുത്ത് ജയ്ഹിന്ദ് തമ്പോട്ടിൻ്റെ ഹോട്ടലിൽ നിന്ന് ചായ കൊടുത്ത് കല്യാണം കഴിച്ചവനാണ്. അതുപോലെ കരുവള്ളൂരിൽ നിന്ന് ഒരുപാട് ആൾ TK രാജേട്ടൻ ചായ നാരങ്ങ വെള്ളം കൊടുത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഇന്നത്തെ തലമുറ തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സർക്കാരിൻ്റെ തള്ളിനെ കൂട്ടിയിട്ട് വളരെ അബദ്ധം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കൊടുത്ത ഈ നിർദ്ദേശത്തിനെതിരായിട്ട് ഈ ഗവൺമെൻറ് ഒന്നും പ്രതികരിക്കുന്നില്ല. അതുകൊണ്ട് ശക്തമായ ഒരു പ്രതികരണം ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാവണം. ഗവൺമെൻറ് വളരെ മോശമായിട്ടുള്ളൊരു രീതിയിലാണ് ഇതിനെതിരായിട്ട് പ്രവർത്തിക്കാത്തതെന്ന് ആക്ഷേപം എനിക്കുണ്ട്. ഈ പണമുള്ളവൻ്റെ എല്ലാത്തരം വൃത്തികേടുകളും നടന്ന ഈ കാലഘട്ടത്തിൽ സാധാരണക്കാരായ ആളുകൾക്ക് വിവാഹം ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു കുടുംബത്തെ തന്നെ അനാഥമാക്കുന്ന രീതിയിൽ കടക്കണിയിൽ ഉൾപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വിവാഹ ധൂർത്ത് ഒഴിവാക്കേണ്ടത് തന്നെയാണ്. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ KV നമ്പ്യാർ IAS നിര്യാതനായി. 84 വയസ്സായിരുന്നു. കണ്ണൂർ തിരുവനന്തപുരം ജില്ലാ കളക്ടർ, പ്ലാനിംഗ് ബോർഡ് ചെയർമാൻ, സഹകരണ രജിസ്ട്രാർ, മുൻ ദേവസ്വം ബോർഡ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ചന്ദ്രലേഖ നമ്പ്യാരാണ് ഭാര്യ. സുധീർ, സുഭാഷ് എന്നിവർ മക്കളാണ്. ഇനി അറിയിപ്പുകൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിന്റെ പ്രതിഷേധം ഫലം കണ്ടു. ട്രോളിംഗ് നിരോധനം 61 നിന്നും 47 ദിവസമാക്കി കുറച്ചു. സംസ്ഥാനത്തിന്റെ തീരദേശത്ത് വറുതിയുടെ കറുത്ത ദിനങ്ങൾ സമ്മാനിച്ച് ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. കുഞ്ഞിമംഗലം ഗോപാൽ UP സ്കൂൾ നന്മ സീഡ് പ്രവർത്തകരുടെ സ്നേഹവായ്പിൽ സഹപാഠികൾക്ക് വീടൊരുങ്ങി. സ്നേഹവീടിന്റെ താക്കോൽദാന ഗൃഹപ്രവേശ ചടങ്ങുകൾ ലാളിത്യം കൊണ്ട് വേറിട്ട അനുഭവമായി. വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ മതമൗലിക തീവ്രവാദത്തിന്റെ വക്താക്കളായിരിക്കുകയാണെന്ന് മുൻ MLA CKP പത്മനാഭൻ. പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന KSTA പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. താവം റെയിൽവേ ഗേറ്റ് മുതൽ പഴയങ്ങാടി റെയിൽവേ പാലം വരെയുള്ള പ്രദേശങ്ങൾ പരസ്യ മദ്യപാനികളുടെ കൂത്തരങ്ങാകുമ്പോഴും മിണ്ടാട്ടമില്ലാതെ പോലീസ്. മരണം മാടി വിളിച്ച് കുറ്റൂർ അഞ്ചനപ്പുഴ മരപ്പാലം. സുരക്ഷിതമായ നടപ്പാലം എന്ന നാട്ടുകാരുടെ ആവശ്യം നിരന്തരം അവഗണിക്കപ്പെടുന്നു. കാവുകളാൽ സമ്പന്നമായ ഉത്തരമലബാറിൽ ജൈവ സമ്പന്നതയിലും വിശ്വാസദാർഢ്യത്തിലും പ്രസിദ്ധിയേറിയ കാവുകളിലൊന്നായി തുടരുകയാണ് കരുവള്ളൂരിലെ പലിയേരിക്കാവ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.